സത്യത്തെ വെറുക്കുന്നവരാണ്, ഹക്കിനെ വെറുക്കുന്നവരാണ്. അം യഖൂലൂന ബിഹി ജിന്ന. എന്താണ് ജിന്നത്ത് എന്ന് പറഞ്ഞാൽ? ജുനൂൻ എന്ന് പറഞ്ഞാൽ അൻ തതഅത്തലൽ ആലത്തുൽ അഖ്ലിയ്യ അല്ലത്തി തസിനുൽ ഹറകാത്ത് അലാ വിഫ്ഖിൻ നഫ്ഇ വൽ ളർ. ഒരു മനുഷ്യന് നന്മയും തിന്മയും ഉപകാരവും ഉപദ്രവവും എന്തെന്ന് മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ബുദ്ധിയുടെ കഴിവ് തഅത്തൽ, അതങ്ങോട്ട് ഡിസേബിൾ ആയി കഴിയുക, അത് ഇനാക്റ്റീവായി പോവുക, മനുഷ്യന്റെ ആ കഴിവിനെ നഷ്ടപ്പെടുക. അതിനാണ് നമ്മൾ ഭ്രാന്ത് എന്ന് പറയാം. ഇന്നതാണ് ഉപകാരം, എന്നതാണ് ഉപദ്രവം എന്നറിയാതെ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് ആൾക്ക് ഭ്രാന്ത് എന്ന് പറയാം. അത് നബിക്കുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അം യഖൂലൂന ബിഹി ജിന്ന. നബിക്ക് ഭ്രാന്തുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആൻ പറയുന്നത് ഇവിടെ നബി തങ്ങൾ നബിയാണെന്നും അള്ളാഹിന്റെ റസൂലാണെന്നുമുള്ള വിശേഷണം മാറ്റിവെക്കി. തങ്ങൾ ഒരു ഇൻസാനും നിങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് എന്ന ആ ഒരൊറ്റ ഹൈസിയത്തിൽ നോക്കൂ. നബി തങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന്? നബി തങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം അർത്ഥശൂന്യമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നബി തങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പണി നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നബി ഏതെങ്കിലും ഒരു വിഷയം ചെയ്തത് അബദ്ധമാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാൻ പറ്റുന്നുണ്ടോ? അതൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാ നിങ്ങൾ നബി തങ്ങൾക്ക് ജുനൂനാണെന്ന് പറയാ? ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അതല്ലേ? അത് നബി തങ്ങൾക്കില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഖളിയത്തുദ്ദീനും ഇലാഹും ഒക്കെ മാറ്റി വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മാത്രം എടുത്തിട്ട് ഇവിടെ പരിശോധിക്കുകയാണ്. തങ്ങൾക്ക് എന്താണ്? തങ്ങൾക്ക് ജുനൂനുണ്ടോ? ഇല്ലല്ലോ. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണല്ലോ. എന്തുകൊണ്ട് ഭ്രാന്തില്ല? ഭ്രാന്തില്ല എന്ന് പറയാൻ കാരണം ഏറ്റവും നല്ല സൽസ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ആലിമീങ്ങൾ പറയാണ്, സൽസ്വഭാവം എന്നത് ഒരു മനുഷ്യന് ഭ്രാന്തില്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായ അടയാളമാണ്. സൽസ്വഭാവം, ഖുലുഖുൻ ഹുസൻ. സൽസ്വഭാവം ഉള്ള ഒരാൾക്ക് ഭ്രാന്തില്ല എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം ഫസതുബ്സിറു വയുബ്സിറൂൻ ബിഅയ്യികുമുൽ മഫ്തൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്ന കലമും അവരുടെ കിതാബത്തിനെ തന്നെയാണ് സത്യം. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഹബീബായ നബിയെ, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് അങ്ങേക്ക് ഭ്രാന്തില്ല കേട്ടോ, അങ്ങേക്ക് ഭ്രാന്തില്ല. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. അങ്ങേക്ക് തീർച്ചയായും അണമുറിയാത്ത പ്രതിഫലം അല്ലാഹു നൽകുക തന്നെ ചെയ്യും നബിയെ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്മേലാണ് നബിയെ അങ്ങുള്ളത്. ആ ഒരു സർട്ടിഫിക്കേഷൻ എന്താ? നബിക്ക് ഭ്രാന്തില്ലെന്നതിന്റെ തെളിവാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അങ്ങനെ അദീമായ ഒരു സ്വഭാവം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഭ്രാന്തില്ല എന്നതിന്റെ അടയാളമല്ലയോ? പിന്നെ എന്തിനാ നബി തങ്ങൾ പറയുന്ന ഖുർആനെ നിങ്ങൾ ഭ്രാന്താണെന്ന് പറയുന്നത്? ഇതൊക്കെ ഇന്നും പറയുന്ന ആൾക്കാരുണ്ട്. ഈ ആശയങ്ങളും ഈ ആക്ഷേപങ്ങളും ഇസ്ലാമിനെതിരെ വിരോധികൾ ഇന്നും പറയുന്ന ആശയങ്ങളാണ്. ചിന്തിക്കാതെ പറയാൻ ഓറിയന്റലിസ്റ്റുകളായ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചിന്തിക്കാതെ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു പണിയും തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ശത്രുക്കൾ പോലും നബി തങ്ങൾ ഈ വിഷയത്തിൽ അംഗീകരിച്ചല്ലോ. ശത്രുക്കൾക്ക് പോലും തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അതാണല്ലോ അത്ഭുതം. ഇവിടെ ആലിമീങ്ങൾ പറയാണ്, ഏതൊരു മനുഷ്യനും സത്യത്തെ അല്ലെങ്കിൽ ഹക്കിനെ പ്രശംസിക്കും. നുണ പറയുന്ന ആളാണെങ്കിൽ പോലും സത്യം പറയുന്ന ആളോട് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. മോഷണം നടത്തുന്ന മോഷ്ടാവാണ്, പക്ഷെ മോഷണം ചെയ്യാത്ത ആൾക്കാരോട് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. വ്യഭിചരിക്കുന്ന തോന്നിവാസിയാണ്, പക്ഷെ ഇതൊന്നും ചെയ്യാത്ത ആളോട് ഇയാൾക്ക് ഇഷ്ടമുണ്ടാവും. എത്രത്തോളം ഷഹാദത്ത് സൂർ, ഒരു മനുഷ്യൻ സ്വന്തത്തെ പോലും അപകടപ്പെടുത്തിയാലും അങ്ങനെയാണെങ്കിലും താനൊരു ഉപകാരം ചെയ്തു എന്ന് മനസ്സിലാക്കണം. ജനങ്ങൾ അങ്ങനെയാണ്. തെറ്റ് ചെയ്യുന്ന ആളോട് നീ തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആള് നന്നാവൂല. അതുകൊണ്ടാണ് നമ്മൾ ദീനിന്റെ വിഷയത്തിലൊന്നും ആക്ഷേപിക്കൽ ഒരാൾ നന്നാവാൻ കാരണേ അല്ല എന്ന് പറയുന്നത്. കാരണം ആക്ഷേപം ആരും ഇഷ്ടപ്പെടുന്നില്ല. തിന്മ ചെയ്യുന്ന ആള് പോലും ആ തിന്മയെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഷഹാദത്ത് സൂർ അതിന്റെ വലിയൊരു തെളിവാണ്. ഷഹാദത്ത് സൂർ എന്ന് പറഞ്ഞാൽ പച്ചയായി ജഡ്ജിന്റെ മുമ്പിൽ നുണ പറഞ്ഞ് സാക്ഷി നിൽക്കുക, ശരിക്കും ഫ്രോഡായിട്ട് കളിക്കുക.
ഞാൻ ആ വിഷയത്തിന് സാക്ഷിയാണെന്ന് പറയും. എവിടെ? ഇവൻ അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ സംഭവം നടക്കുമ്പോൾ ഇവൻ ആ പരിസരത്ത് പോലും ഉണ്ടാവില്ല. എന്നിട്ട് പറയാ ഞാൻ ഇതിന് സാക്ഷിയാണ്. ഇതിനാണ് ഷഹാദത്തു സൂർ. ഏറ്റവും വലിയ വൻപാപങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ വിഷയമാണ് ഷഹാദത്തു സൂർ. ഇത് മുസ്ലിമിന് ചെയ്യാൻ പറ്റൂല. അധികം ആളുകളും സത്യത്തെ വെറുക്കുന്നവരാണ്, ഹക്കിനെ വെറുക്കുന്നവരാണ്. ശുദ്ധ ഖുർആനിൽ സത്യത്തെ സംബന്ധിച്ചാ പറയും എന്താണ് ഹക്ക്, എന്താണ് ബാത്തില്, ഇത് ആരാണ് നിശ്ചയിക്കുന്നത്? ഹക്കിനെ പലർക്കും വെറുപ്പാണ്. അള്ളാഹു അത്തരം അപകടത്തിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യം പറഞ്ഞു കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. സത്യത്തോട് വെറുപ്പാണ്. ഖുർആൻ പറയാ ഈ ഹക്ക് ആരാ നിശ്ചയിക്കേണ്ടത്? ഏതാണ് ഹക്ക് ബാത്തിൽ എന്ന് എങ്ങനെയാ നിശ്ചയിക്കേണ്ടത്? ജനങ്ങൾക്ക് തോന്നുന്നതാണോ ഹക്ക്? ജനങ്ങൾക്ക് തോന്നുന്നതാണോ ബാത്തിൽ? അള്ളാഹു ചോദിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോഴൊക്കെ നാട്ടിലൊക്കെ ഉള്ള ക്രമപ്രശ്നങ്ങളൊക്കെ ഇപ്പൊ അതാണല്ലോ. ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് ഒരു വിഭാഗത്തിന് തോന്നുക ഞങ്ങളതാണ് ശരി, മറ്റേതൊക്കെ തെറ്റാണ്. ഇങ്ങനെ മനുഷ്യന്മാർ പറഞ്ഞാൽ ദുന്യാവിൽ ഒരു വിഷയത്തിലും ഫൈനലൈസ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ദുന്യാവിൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഹക്കും ബാത്തിലും നിർണ്ണയിക്കാൻ കഴിയില്ല എന്ന് 110% എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ശതമാനം 100ന്റെ ഉള്ള 100% എന്താ? അത് തെറ്റാണ്. കള്ളു കുടിക്കാൻ പറ്റൂല്ല എന്നൊരു ചർച്ച ഇട്ട് നോക്കി. എത്രയോ നാട്ടുകൂട്ടങ്ങളൊക്കെ അല്ലേ പല പല ചർച്ചകളും ജനങ്ങൾ വൈക്കോടുത്താണ് തീരുമാനിക്കുക. എങ്ങനെയായാലും ഒരു യൂണിഫോം ഒരു അഗ്രിമെന്റിലേക്ക് എത്താൻ പറ്റുമോ? ഒരു കൂട്ടർ പറയും കുടിക്കണം എന്ന്, മറ്റേ കൂട്ടർ പറയും കുടിച്ചാൽ പറ്റൂല, കുടിക്കാൻ പറ്റൂല. മോഷണത്തെ സംബന്ധിച്ച് കള്ളന്മാരുടെ ഒരു യോഗം പിടിച്ചിട്ട് ഇപ്പൊ ചാനലുകാർക്ക് അങ്ങനെയൊക്കെ പണ്ട് കിട്ടണോലൊക്കെ പിടിച്ചു കൂട്ടിയിട്ട് ചർച്ച ബൈക്കൊടുത്ത് സംസാരിക്കും. പറഞ്ഞു നോക്കി അവർ മോഷണത്തെ ന്യായീകരിക്കും. ഈ പണില്ലാത്ത കാലത്ത് ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മോഷണത്തെ ന്യായീകരിക്കാൻ നിന്ന് ആർക്കും അതിനെ ഒരു ലോജിക്ക് കൊണ്ട് തകർക്കാൻ പറ്റൂല. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. മനുഷ്യന് ഖണ്ഡിതമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല. ആ തീരുമാനം ഇലാഹായ ഖാലിഖ് കൊടുത്താൽ അത് അംഗീകരിക്കുകയല്ലാതെ ഒരു നിർവാഹമല്ല. എല്ലാ മനുഷ്യർക്കും സുസമ്മതമായ ഒരു തീരുമാനം ലോകത്തില്ല എന്നാണ്. നമുക്കങ്ങനെ പല ഉദാഹരണങ്ങളും ചരിത്രത്തിലും ചില രാജ്യങ്ങളുടെ കസ്റ്റംസ് അവരുടെ ചില ആചാരങ്ങളിലൊക്കെ അങ്ങനെയാണ്. ജർമ്മനിക്കാരന്റെ വീട്ടിലേക്ക് ഒരാൾ അതിഥിയായി വന്നാൽ ആ അതിഥിക്ക് എല്ലാ സൗകര്യം കൊടുക്കണം, ആതിഥേയന്റെ ഭാര്യനെ കൂടി കൊടുക്കണം എന്നാ. അവർക്ക് കുഴപ്പമില്ലത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നാൽ പറയാൻ പറ്റുമോ? അത് അവരുടെ നാടിന്റെ കഷ്ടം. അവർക്ക് തോന്നണത് കുഴപ്പമില്ല. വ്യഭിചാരവും തോന്നിവാസവും ഒക്കെ അംഗീകരിക്കണമെന്ന് പറയുന്ന അതിലേറെ ഗംഭീരമായ എന്തെല്ലാം ആഭാസങ്ങളുണ്ട് ലോകത്ത്. ചില രാജ്യങ്ങൾ ഒരേ വർഗത്തിലുള്ള ആളുകൾക്ക് വിവാഹം ചെയ്യാന്നൊക്കെ പാസ്സാക്കിയ രാജ്യങ്ങളില്ലേ? ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധി തന്നെയല്ലേ? ഒരു കൂട്ടർ പറയും പറ്റും, മറ്റേ കൂട്ടർ പറ്റൂല. ഇനി അള്ളാഹു പറയട്ടെ, മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ഇവിടെ സത്യം ഉണ്ടാകേണ്ടതെന്ന് അള്ളാഹു തീരുമാനിക്കുകയാണെങ്കിൽ ആകാശങ്ങളും ഭൂമിയും മാത്രമല്ല അവിടങ്ങളിലുള്ള മുഴുവൻ ആളുകളും ഫസാദായി പോയേനെ. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെ, മനുഷ്യന്റെ ആഗ്രഹം പോലെ. അഹ്വ എന്ന് പറഞ്ഞ അതാണ് നമ്മുടെ ഹവ. നമുക്ക് എന്താ തോന്നുന്നത് അതാണ് ഹക്കെന്ന് വന്നാൽ, മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണം ഹക്കെന്ന് വന്നാൽ ആകാശങ്ങളും ഭൂമിയും ഫസാദാകും. മാത്രമോ വമൻ ഫീഹിന്ന അവിടെയുള്ള മുഴുവൻ ആളുകളും ഇതിൽ നിന്നെല്ലാം അവർക്ക് മോചനം നൽകി. ശരിയായ ആത്മാഭിമാനത്തിന്റെ വിശേഷമാണല്ലോ ഖുർആൻ. ഖുർആൻ ദുസ്തൂറാൻ. ഹക്കും ബാത്തിലും ഖുർആൻ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ. ഫഹും അൻ ദിക്രിഹിം മുഅ്രിദൂൻ. അങ്ങനെ ഒരു ഖുർആൻ കൊടുത്തപ്പോ അവരതാ മുഖം തിരിച്ചു പോകുന്നു. അല്ലാഹു പറയാണ്, ഖാലിഖായ പടച്ചവൻ തന്നെ ഭൂമിയിലേക്ക് ഇറക്കണം. അതാണ് നിയമം. അള്ളാഹ്ക്കറിയാം മനുഷ്യന്റെ ബുദ്ധി എന്താണ്, അള്ളാഹുവിനറിയാം മനുഷ്യന്റെ താർക്കിക സ്വഭാവം എന്താണ്. മനുഷ്യൻ അക്സറ ഷൈഇൻ ജദല. ഖുർആൻ പറഞ്ഞില്ലേ, അക്സറ ഷൈഇൻ ജദല. ലോകത്ത് ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നത് ഒരു ജീവിയുമല്ല, പക്ഷേ മനുഷ്യനാണെന്ന് പരിശുദ്ധ ഖുർആൻ. ജീവികൾ നമ്മൾ കൊത്തുകൂടിയിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ 10 സെക്കൻഡ് കഴിഞ്ഞാൽ അവർ നിർത്തിപ്പോവും. മനുഷ്യൻ തർക്കിക്കുന്ന പോലെ ലോകത്ത് ഒരു ജീവിയും തർക്കിക്കുന്നില്ലെന്നാണ്. അക്സറ ഷൈഇൻ വകാനൽ ഇൻസാൻ അക്സറ ഷൈഇൻ ജദല. ഏറ്റവും വലിയ താർക്കികനാണ് മനുഷ്യൻ. ഇവിടെ തർക്കത്തിന് വിരാമമിട്ട് ഈ വിഷയത്തിന്റെ ഫൈനൽ അഗ്രിമെന്റ് ആര് നടപ്പാക്കണം? അത് അള്ളാഹു നടപ്പാക്കണം. അതാണ് ദീനുൽ ഇസ്ലാം, അതാണ് ഖുർആൻ.
ലോജിക്ക് വെച്ചിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. നോക്കൂ, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഹക്കും ബാത്തിലും നിർണ്ണയിക്കാൻ പറ്റൂ. എനിക്കിഷ്ടമുള്ളത് തന്നെയാണ് ദീന്, എനിക്കിഷ്ടപ്പെട്ടതാണ് ഹക്ക്, അത് പറയല്ലേ. അള്ളാഹുവിന്റെ ദസ്തൂറിലേക്ക് വാ. അള്ളാഹു എന്തെന്ന് ഹക്കെന്ന് പറഞ്ഞു, അത് ഹക്കാണ്. സുബ്ഹാനല്ലാഹ്, ഇതിൽ മനുഷ്യന്റെ ആഗ്രഹത്തിനൊത്ത് അള്ളാഹു ഹക്കങ്ങാനും നിശ്ചയിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ദുന്യാവും ഭൂമിയും അതിലുള്ളതും മുഴുവനും ഫസാദാകും. ആകാശവും ഫസാദാകും. അപ്പൊ ആകാശം എങ്ങനെ ഫസാദാവുക? റബ്ബേ, ആകാശം എങ്ങനെ ഫസാദാവുക? അങ്ങനെയുണ്ട്. അങ്ങനെ ചില ആളുകൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്റാ, ഖാലൂ വഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂആ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഅനബിൻ ഫതുഫജ്ജിറ അൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ ഔ തുസ്ഖിത അസ്സമാഅ കമാ സഅംത അലൈനാ കിസഫാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് വരണമെങ്കിൽ അവർ ചോദിച്ച ന്യായങ്ങളാണ് ഈ പറഞ്ഞത്. 3 ആയത്തുകൾ. അവർ പറഞ്ഞു, ലൻ നുഅ്മിന ലക, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കില്ല. ഏതുവരെ? ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ, ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് വളരെ വളരെ മനോഹരമായ സ്പ്രിങ്സ്, ശുദ്ധജല സ്പ്രിങ്സുകൾ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഭൂമിയിൽ ഞങ്ങൾക്ക് അരുവികൾ വേണം. യംബൂഅ, യംബൂഅ എന്ന് പറഞ്ഞാൽ അരുവി എന്നാണ്. മദീനക്കടുത്ത് ഇല്ലേ, മദീന അവിടെ സൗദിയിലെ സ്ഥലം ഉണ്ടല്ലോ, ആൾക്കാർ യാമ്പു എന്ന് പറയും. നമ്മുടെ മലയാളികളൊക്കെ യാമ്പു, അത് യംബൂഅ എന്നാണ്. യംബൂഅ ഹദീസിലൊക്കെ വന്നൊരു സ്ഥലമാണ് യംബൂഅ. ശുദ്ധജലമുള്ള ഉറവിടത്തിനാണ് യംബൂഅ എന്ന് പറയാം. അപ്പോ അവർ പറഞ്ഞു അത് വേണം. പിന്നെ പറഞ്ഞു ഔ തകൂന ലക ജന്ന, നിങ്ങൾക്കൊരു തോട്ടം വേണം നബിയെ. എങ്ങനത്തെ തോട്ടം? മിൻ നഖീൽ, ഈത്തപ്പനയുടേത്, വഅനബിൻ, മുന്തിരി. ഇത് രണ്ടും ഒരു നാട്ടിൽ ഉണ്ടാവില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അള്ളാഹുവിന്റെ പ്രകൃതിപരമായ നിയമം അങ്ങനെയാണ്. പക്ഷെ അവർ ചോദിക്കുകയാണ്, എന്ത് ഇങ്ങനെ ഓപ്പോസിറ്റ് വെച്ച് പറയാനല്ലോ, എന്തെങ്കിലും പറയണ്ടേ? നബിയോട് പറയാം, ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. എന്ത്? നിങ്ങൾക്കൊരു ഈത്തപ്പന തോട്ടം വേണം, അതിനൊപ്പം തന്നെ വഅനബിൻ, മുന്തിരിത്തോട്ടം വേണം. അത് മാത്രമോ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ, ഇതിന്റെ ഇടയിൽ ഈ വകകൾക്ക് നനക്കാൻ ആവശ്യമായ വെള്ളം കിട്ടുന്ന അരുവികളും ഇതിന്റെ ഇടയിൽ ഒഴുക്കി തരണം. ഞങ്ങൾ വിശ്വസിക്കോ? ഇല്ല, ഒന്നും കൂടെ പറയാനുണ്ട്. ഔ തുസ്ഖിത അസ്സമാഅ, ആകാശത്തെ അങ്ങോട്ട് പൊട്ടിത്താഴ്ത്തി തരണം. കമാ സഅംത അലൈനാ കിസഫാ, ആകാശത്തെ പൊട്ടിപ്പിളർന്ന കഷ്ണങ്ങളായി ഞങ്ങളുടെ തലയിലൂടെ അങ്ങോട്ട് വീഴ്ത്തി തരണം, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാൻ, ഈ ചോദിക്കുന്ന ആളുകൾക്കറിയാം ഇവരുടെ തലയിലേക്ക് ആകാശം വീണാൽ പിന്നെ ഇവർ ബാക്കിയുണ്ടാവോ? ഇല്ല, ഞങ്ങൾ ബാക്കിയുണ്ടാവില്ല എന്നറിയാം. എന്നാലും അത് നടത്തി തരുമോ അവർ ചോദിച്ചു. ഖുർആൻ പറയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആവശ്യപ്പെട്ട് നടന്നാലേ ഇവിടെ ഹക്ക് ബോധ്യപ്പെടുമെങ്കിൽ ഈ ആകാശം അല്ലാഹു കൊണ്ട് ഇറക്കിത്തരണം, പൊട്ടി വീഴ്ത്തിത്തരണം. ഇത് വീണാല ഫസദത്തി സമാവാതു വൽ അർളു വമൻ ഫീഹിൻ, ആകാശങ്ങളും ഭൂമിയും അതിലുള്ള മുഴുവൻ ആളുകളും നശിച്ചില്ലേ? ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ആവശ്യപ്പെടുന്നതുമാണ് ഹക്കെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിന് തോന്നുന്നതാണ് ഹക്കെങ്കിൽ ഇവിടെ കാര്യം നടക്കൂല. അല്ലാഹുവാണ് ഹക്ക് നിർണയിക്കുന്നത്. അവിടെ ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ന അർത്ഥം. പക്ഷേ നിങ്ങൾക്ക് ഉയർച്ച കിട്ടുന്ന ഒരു വിഷയമാണ് ഞാൻ ഖുർആൻ ഇറക്കി തരുന്നത് എന്ന ആശയമുണ്ട്. ദിക്റിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഏറ്റവും വലിയ ഫെയിം, നിങ്ങളുടെ പ്രശസ്തിക്ക് കാരണമായ ഖുർആനായി ഇറക്കി തന്നത്, അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടും അവര് സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ്. അപ്പോ മനുഷ്യന്റെ സ്വയിഷ്ടപ്രകാരമുള്ള വിഷയത്തിൽ മനുഷ്യന്റെ നഫ്സ് പറയുന്നത് കേട്ട് നടക്കരുത്. അതൊരിക്കലും ഹക്കാവു ആവണം എന്നില്ല. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ എന്താണ് കൊണ്ടുവന്നത് ആ വിഷയം അംഗീകരിക്കുന്നവരെ, അത് പിൻപറ്റാൻ നിങ്ങളുടെ ശരീരം പറയുന്നത് വരെ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല. അപ്പം നമ്മുടെ ആഗ്രഹം റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്നതിനോട് യോജിക്കുകയാണെങ്കിൽ അത് ഹക്കാണ്. നമ്മുടെ ആഗ്രഹം അത് അനുസരിച്ച് വേണം. അള്ളാഹുവിൻ്റെ ഹക്കിൻ്റെ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ അത് ദുശാഠ്യമാണ്. തങ്ങൾ പറയാം, ഞാൻ കൊണ്ടുവന്നത് പിൻപറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അപ്പോഴേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവുള്ളൂ. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക.
അല്ലാത്ത ഒഴിവാക്കുക, അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു ഇതിൻ്റെ ഉള്ളിലൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മിലേക്ക് ഇറക്കിത്തന്ന മുഴുവൻ വിഷയങ്ങളും നമ്മുടെ ശരീരത്തിന് വെറുപ്പാണെങ്കിൽ പോലും അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പരിശുദ്ധമായ ദൗത്യം നിർവഹിക്കാൻ അങ്ങേയറ്റത്തെ ത്യാഗം സഹിച്ചു. പരിശുദ്ധ ഖുർആൻ ഇറക്കി തന്നു. ഖുർആൻ ഇറക്കി തന്നതിൽ പോലും അള്ളാഹു തആലയുടെ ഈ വചനങ്ങൾ നബിതങ്ങൾ ഇറക്കി തന്നതിൽ എത്ര വലിയ സത്യസന്ധത തങ്ങൾ കാണിച്ചുവെന്ന് മുഫസ്സിരിങ്ങൾ പറയാണ്. തങ്ങളെ ആക്ഷേപിക്കുന്ന ഭാഗങ്ങൾ പോലും ഹബീബായ നബിതങ്ങളുടെ മറച്ചുവെച്ച നമുക്കറിയുമായിരുന്നോ? ഇല്ല, തങ്ങളത് മറച്ചു വെച്ചില്ലെന്നാണ്. അല്ലേ? യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക. അല്ലേ? മാരിയത്തുൽ ഖിബ്തി റളിയല്ലാഹു അൻഹയുടെ ഒരു വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവരെ സമീപിക്കുകയില്ലെന്ന് അവിടുത്തെ രണ്ട് ഭാര്യമാർ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോടും ഹഫ്സ ബീബിയോടും പറഞ്ഞപ്പോഴല്ലേ അള്ളാഹു ആയത്തിറക്കിയത്? എന്തിനാ നബി അങ്ങനെ പറയുന്നത്? ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്ന അങ്ങയുടെ അമത്ത് മഹദി മാരിയത്തുൽ ഖിബ്തി റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ തങ്ങളുടെ ഭാര്യയാണ്. പക്ഷേ കുടുംബപരമായ ഈ ചക്കോളത്തിപ്പൂര് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വിഷയത്തിലാണ് സൂറത്തു തഹരീമിന്റെ ആദ്യ ഭാഗങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിന്റെ അവതരണ കാരണങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ആ സമയത്ത് ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മാരിയ റളിയല്ലാഹു അൻഹയുമായി തങ്ങൾ വീട് കൂടിയപ്പോഴാണ് അങ്ങനെ പ്രശ്നം വന്നത്. തങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ അവരെ സമീപിക്കൂല എന്ന് പറഞ്ഞു. അള്ളാഹു ആയത്തിറക്കി ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹ്, അള്ളാഹു ഹലാലാക്കിയത് എന്തിനാ നബി ഞങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത്? ആ തുഹർരിമിന്റെ അർത്ഥം അതാണ്, ഇംതിനാൾ. എന്തിനാ ഞങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് നബിയെ? ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തങ്ങളെന്ന് അന്തി ഉറങ്ങിയപ്പോൾ ഹഫ്സ ബീബി പറഞ്ഞു, നബിയെ എൻ്റെ വീട്ടിൽ തന്നെ വന്നിട്ട് വേണോ ഈ പുതുനാരിയെ അങ്ങ് വീട് കൂടുന്നത്? എൻ്റെ വീട്ടിൽ എനിക്കെന്തൊരു മാനക്കേടാ നബിയെ, എൻ്റെ വീട് ഞാൻ നിങ്ങളുടെ ഒരു പുതിയ തന്നെയല്ലേ എന്നാണ് ഹഫ്സ ബീബി ചോദിച്ചത്. എൻ്റെ വീട്ടിൽ അത് മാരിയ റളിയല്ലാഹു അൻഹ, അത് എൻ്റെ ദിവസത്തിൽ. അങ്ങനെ നബി തങ്ങൾ ഇന്ന് കിട്ടേണ്ടത് ഞങ്ങൾക്ക് തന്നെ കിട്ടണം, അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. അപ്പൊ ഹഫ്സ ബീവിയുടെ ദിവസത്താണ് മാരിയത്തുൽ ഖിബ്തി റളിയല്ലാഹു അൻഹയെ അവരുമായി നബി തങ്ങൾ വീട് കൂടുന്നത്. മാരിയത്തുൽ ഖിബ്തി റളിയല്ലാഹു അൻഹ ഈജിപ്തിലെ മുഖൗഖിസ് രാജാവിനെ നബി തങ്ങൾ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കത്ത് കൊടുത്തിരുന്നു. മുഖൗഖിസ് രാജാവ്, അദ്ദേഹം പാട്രിയാർക്കീസ്, അവിടുത്തെ ക്രിസ്തീയ പുരോഹിതനാണ്, പക്ഷേ ഭരണാധികാരി അദ്ദേഹമായിരുന്നു. അപ്പൊ അദ്ദേഹം നബി തങ്ങളുടെ കത്ത് കിട്ടിയിട്ട് നോക്കിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ദീൻ ഹക്കാണ്. പക്ഷെ കൂടെയുള്ള ക്രിസ്ത്യാനികൾ പറഞ്ഞു പോവണ്ടാന്ന്. അങ്ങനെ അദ്ദേഹം നബി തങ്ങൾക്ക് അത്തറിന്റെ മനോഹരമായൊരു ബോട്ടിലും അതോടൊപ്പം രണ്ട് സുന്ദരിമാരെ അടിമകളായ രണ്ട് സ്ത്രീകളെ പറഞ്ഞയച്ചു. ഇത് നിങ്ങൾക്ക് ഹദിയ നബി, ഇഷ്ടമുള്ള ആളെ അങ്ങക്ക് വിവാഹം ചെയ്യാം. അങ്ങനെ നബി തങ്ങൾ വിവാഹം ചെയ്തതാണ് മാരിയത്തുൽ ഖിബ്തി റളിയല്ലാഹു അൻഹ. ഏതായിരുന്നാലും ഹഫ്സ ബീവി ഇങ്ങനെ പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവിയോട് ഇത് പറയല്ലോ, ഞാൻ ഇനി മാരിയയുടെ അടുത്ത് പോവില്ല എന്ന് തങ്ങൾ പറഞ്ഞു. ഹഫ്സ ബീവി ആയിഷ ബീവിനോട് ഇത് പറഞ്ഞു. ആയത്തും ഇറങ്ങി. നബി തങ്ങൾ പറയല്ലേ എന്ന് പറഞ്ഞ് സ്വകാര്യാക്കി വെച്ച വിഷയം അള്ളാഹുന്റെ ആയത്തിറക്കി. പിന്നെ ലോകത്തെല്ലാരും അറിഞ്ഞില്ലേ, ലിമ തുഹർരിമു യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക. അള്ളാഹു ഹലാലാക്കിയത് ഏതെങ്കിലും അങ്ങയുടെ ഒരു ഭാര്യ പറഞ്ഞത് കേട്ടിട്ട് എന്തിനാ നബി ഞങ്ങൾ വേണ്ടാന്ന് നോക്കുന്നത്? അത് നിങ്ങൾക്ക് ഹലാലല്ലേ? നോക്കണം, ഇതുപോലെയുള്ള ആയത്തുകൾ ഖുർആനിലെ അത്ഭുതങ്ങളാണ്. തങ്ങളുടെ സത്യസന്ധതയാണ് പറയുന്നത്. അല്ലെങ്കിൽ തങ്ങൾക്കിപ്പോൾ ഈ വിഷയം തങ്ങൾ പറയല്ലേ എന്ന് പറഞ്ഞ വിഷയം പറഞ്ഞു എന്ന് മാത്രമല്ല, അള്ളാഹു ആയത്തിറക്കി. തങ്ങളത് പറഞ്ഞെന്നില്ലെങ്കിൽ നമുക്കറിയോ ഇത് ഖുർആനിലെ ആയത്താണെന്ന്? ഹബീബ് അതും പറഞ്ഞെന്നില്ലേ? അബസ വതവല്ല, അതല്ലേ അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ആ അന്ധനായ സ്വഹാബി കടന്നു വന്നപ്പോലെ തങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ പ്രശ്നമായില്ലേ? അല്ലാഹു തആല അബസ, നബിയെ നിങ്ങൾ മുഖം ചുളിച്ചുവല്ലേ, വതവല്ല മുഖം തിരിച്ചുവല്ലേ, അൻ ജാഅഹുൽ അഅമ അന്ധനായ ആൾ വന്നപ്പോൾ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, അദ്ദേഹം സന്മാർഗം സിദ്ധിക്കുമെന്ന് അങ്ങ് എന്തറിഞ്ഞു നബിയെ? അമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ ഫഅൻത അൻഹു തലഹ. പിന്നെ പറഞ്ഞു വഅമ്മാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ. ഞങ്ങളൊക്കെ വലിയ ആൾക്കാരാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് അങ്ങ് ശ്രദ്ധിച്ച് കേട്ടുവല്ലേ? ഈ പാവത്തെ എന്തേ നബി നിങ്ങൾ നോക്കാതിരുന്നത്? തങ്ങൾ അങ്ങനെ അവഗണിച്ചതല്ല. ഇവർ മുസ്ലിമീങ്ങളാവാൻ പറഞ്ഞ ന്യായം തന്നെ ഇതായിരുന്നു. ഈ കണ്ണോട്ടന്മാരും കണ്ണു കാണാത്ത അടിമകളൊന്നും ഈ സദസ്സിലേക്ക് വരുന്നത്, ഞങ്ങൾക്കൊരു VIP ലെവലിൽ ഒരു മീറ്റിംഗ് വെച്ചാൽ ഞങ്ങൾ ഇസ്ലാമിക്ക് വരാൻ, അതിൻ്റെ ഇടക്കാണ് ഈ വരുന്നത്. ഭയങ്കര അത്ഭുതകരമായ സംഭവം. അതുപോലും തങ്ങൾ നമുക്ക് പറഞ്ഞെന്നില്ലേ? ആ സംഭവം അല്ലേ, അതുപോലും തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ തങ്ങളുടെ അമാനത്താണത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സത്യസന്ധതയാണത്. ഹബീബ് ഒന്നും നമുക്ക് മറച്ചു വെച്ചിട്ടില്ല, എല്ലാം തന്നു. അത് തങ്ങൾക്ക് പോലും വിഷമുള്ള വിഷയങ്ങൾ ആയത്തിറങ്ങിയപ്പോഴും തങ്ങൾ പറഞ്ഞു. അതാണ്
ഇങ്ങനെയൊക്കെ ആയിട്ടും അംലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ, എന്നിട്ടും എന്തേ എൻ്റെ റസൂൽ പറഞ്ഞ് നിങ്ങൾ കേൾക്കാതെ ജീവിക്കുന്നു. അള്ളാഹു ഹബീബിൻ്റെ മുത്തബിഈങ്ങളിൽ ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൻ്റെ നിയമങ്ങൾ നമ്മുടെ ആഗ്രഹത്തിനോ ഇച്ഛകൾക്കോ വിരുദ്ധമാണെങ്കിൽ പോലും അത് ഇത്തിബാഉൽ ലിൽ ഹഖായി അതിനെ അംഗീകരിക്കാനുള്ള സന്മനസ്സും അതനുസരിച്ച് അമല് ചെയ്യാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പറയുന്ന ഒരു വിഷയം, ഏത് രോഗിക്കും ഷിഫായിന് വേണ്ടി അത് വരക്കാൻ പാടുള്ളൂ. അതുകൊണ്ടല്ലോ വാപ്പാക്ക് 90 വയസ്സായി, ഇനിയിപ്പോൾ വാപ്പാനെ ശരിക്കും പഠിച്ചോണ്ട് കൊണ്ടുപോയാൽ മതി, അങ്ങനെ തോർക്കരുത്. വാപ്പാക്ക് എന്നാലും ഷിഫാക്ക് വേണ്ടി അത് വരക്കാവൂ. നമ്മൾ ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറയുമ്പോൾ ഉസ്താദ് എങ്ങനെയാണ് അവസ്ഥ, ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയിട്ടുണ്ട്, ഡോക്ടർമാർ വെള്ളം കൊടുത്തോളിയും പറഞ്ഞപ്പോൾ സലാമത്തായി കിട്ടാൻ വേണ്ടി തോർക്കി. അങ്ങനെയല്ല തോർക്കേണ്ടത്. എന്നാലും ഷിഫാവിന് വേണ്ടി തോർക്കണം, ആക്കബത്ത് നന്നാവാൻ വേണ്ടി തോർക്കണം. പക്ഷെ നമ്മൾ ഇനി ഷിഫ അല്ലാന്ന് കരുതരുത്. ഏതൊരു മനുഷ്യനും അള്ളാഹു മരണം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, മരിക്കണമെങ്കിൽ രോഗിയായി തന്നെ മരിക്കണം എന്നില്ലല്ലോ, അങ്ങനെയല്ലല്ലോ. അത് അള്ളാഹുവിൻ്റെ ഒരു അജരിയായ നിയമം അങ്ങനെ ഉണ്ടെങ്കിൽ വരുന്നല്ലാതെ നമ്മൾ ഷിഫാക്ക് വേണ്ടി അവസാന സെക്കൻഡ് വരെ അങ്ങനെ തോർക്കാവൂ. എത്ര വയസ്സായാലും എത്ര ആരോഗ്യമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഷിഫാവിന് വേണ്ടി തോർക്കണം. നിരാശപ്പെടരുത്, ഷിഫാവിന് വേണ്ടി തോർക്കണം. എല്ലാ രോഗികൾക്കും ഷിഫാക്ക് വേണ്ടി തോർക്കണം. അള്ളാഹുർക്കൊക്കെ ഷിഫ നൽകുമാറാകണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹു റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ വന്നതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റബ്ബേ. അല്ലാഹു നിന്റെ ഹബീബിൻ്റെ സ്വഭാവ ഗുണങ്ങളും അവിടുത്തെ വ്യക്തിത്വ വിശേഷണങ്ങളും ഞങ്ങൾ കേട്ടു റബ്ബേ. അല്ലാഹു അവിടുത്തെ സ്വഭാവത്തോട് ഞങ്ങളുടെ സ്വഭാവത്തെ ചേർക്കണേ റബ്ബേ. അവിടുത്തെ അഖ്ലാഖിനോട് ഞങ്ങളുടെ അഖ്ലാഖിനെ ചേർക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തമുദ്ദു ബിഹി അർവാഹനാ മിൻ റൂഹിഹി വഅജ്സാദനാ മിൻ ജസദിഹി وعلومنا من علمه وأخلاقنا من خلقه وصلاة تمد به علومنا من علمه ووجهتنا من وجهته اللهم وصلاة وسلام دائمين متلازمين إلى أبد الآبدين ودهر الداهرين. اللهم بلغه منا تحية وسلاما. اللهم فرحه فينا اللهم فرحه فينا اللهم فرحه فينا. الله حبيبنا ഈ മദ്രസയെ കാണിച്ചു കൊടുത്ത് നീ സന്തോഷിപ്പിക്കണേ റഹ്മാനേ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വിഭാവനം ചെയ്ത ആ ഉമ്മത്തികളിൽ ഈ കൊച്ചു സമൂഹത്തെ, ഈ കൊച്ചു സംഘത്തെ നീ ചേർക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി അമൽ ചെയ്യുന്ന, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന, നിന്നിലേക്ക് മുതവജ്ജിഹീങ്ങളായ ഈ നേരത്ത് നിന്നിലേക്ക് ഉയർത്തുന്ന ഏതെല്ലാം ആളുകൾ ലോകത്തിൻ്റെ മുക്കുമൂലകളിലുണ്ടോ അവരുടെയൊക്കെ ദുആയിൽ ഒരു ഹല്ല്, ഒരു ഓഹരി ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. റഹീമായ റബ്ബേ, നിന്റെ ഹജ്ജ് ലക്ഷ്യമാക്കി ഹറമിലേക്ക് ഒരുപാട് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്തിക്കഴിഞ്ഞവർ അവിടെ നിന്ന് വേണ്ടി ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇവിടെ ദുആ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആലിമീങ്ങളും അവിടുത്തെ പണ്ഡിതന്മാരും നിസ്കാരങ്ങളിലും തവാഫിലും സഅയിലും അല്ലാഹുവേ അവരൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന ആ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും പുറത്തണേ റഹ്മാനേ. അവരുടെ ദുആയിൽ ഞങ്ങൾക്കും ഒരു ഓഹരി നൽകണേ റബ്ബേ. വരാൻ പോകുന്ന അറഫയുടെ പരിശുദ്ധ രാവുകളിലും മുസ്ദലിഫയിലും മിനായിലും മശ്ആറുൽ ഹറാം എന്ന് നീ പറഞ്ഞ ആ പ്രദേശങ്ങളിലൊക്കെയും ലോക മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ, ഈ ചെറു സംഘത്തെ, ഞങ്ങളും ഈ പരിപാടി വീക്ഷിക്കുന്നവർ, കേൾക്കുന്നവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരെയും കൊടുത്തണേ അല്ലാഹുവേ. നിന്റെ മുഅ്മിനീങ്ങളുടെ ആമീൻ നീ തട്ടിക്കളയില്ലല്ലോ റബ്ബേ. നിന്റെ അഫ്ദലുൽ ബിഖായിലും അഷ്റഫുൽ അറാദിയിലും വെച്ച് നടക്കുന്ന ദുആകളിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. അല്ലാഹു ഇവിടത്തേക്ക് പോകാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. നാട്ടിൽ നിന്നും പരിചയക്കാരെന്നും സുഹൃത്തുക്കളിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടവർ, സഹോദരിമാർ, ഉമ്മമാർ, അല്ലാഹുവെ പരിചയമുള്ളവരും ദ്വാരക്കാൻ പറഞ്ഞവരും അല്ലാത്തവരും ആരെല്ലാം പോയിട്ടുണ്ടോ അവർക്കെല്ലാം നിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ഹജ്ജ് ചെയ്തു വരാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവെ, ഹജ്ജ് ജീവിതത്തിലൊരു മാറ്റമാണ്, ഉംറയും ജീവിതത്തിലൊരു മാറ്റമാണ്. അല്ലാഹുവെ, അങ്ങനെ മാറ്റത്തിന് നിമിത്തമാകുന്ന മനാസിക്കുകളായി അവകളെ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെയും രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹുവെ. ഏതൊരു വേദനയ്ക്ക് പോലും, മുള്ളു കുത്തുന്നതിന് പോലും അല്ലാഹുവെ നീ പ്രതിഫലം വെച്ചിട്ടുണ്ട്. റഹ്മാൻ റഹീമേ, എത്രയോ രോഗികൾ പ്രയാസത്തിലാണ്, അവർക്കൊക്കെ ആ രോഗം കൊണ്ട് നീ ഹസനാത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, ഒരുപക്ഷെ ജീവിതത്തിൽ അധ്വാനിച്ച് ചെയ്യുന്ന അമലിനേക്കാളും കൂടുതൽ ഒരു മാസമോ ഒരു നേരമോ ഒരു ദിവസമോ രോഗിയായ വേദനയിലൂടെ നീ അവർക്ക് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ
അള്ളാഹുവെ ക്ഷമയും ആ രോഗികൾക്ക് നൽകണേ പടച്ചവനെ. അള്ളാഹുവെ രോഗങ്ങൾ ഹസനാത്തിന് നിമിത്തമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ പടച്ചവനെ. അള്ളാഹു കുട്ടികളും ചെറിയവരും വലിയവരുമായ രോഗികളായ ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്. എല്ലാവർക്കും ശിഫ കൊടുക്കുക പടച്ചവനെ. അള്ളാഹുവെ ഒരു ഓപ്പറേഷനോ മരുന്നോ മെഡിസിനോ ഒന്നുമില്ലാതെ നീ നൽകുന്നതാണല്ലോ. അള്ളാഹുവെ എല്ലാവർക്കും ശിഫ നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ ശരീരത്തിൽ എങ്ങാനും മാരകമായ രോഗങ്ങളുടെ, ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ എന്തെങ്കിലും വൈറസുകൾ, അതിൻ്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹു എടുത്ത് നീ ദൂരത്താക്കി ആഫിയത്ത് തരണേ പടച്ചവനെ. ആഫിയത്ത് തരണേ പടച്ചവനെ. അള്ളാഹു പെട്ടെന്നൊരു വേദനയോ പ്രയാസമോ തോന്നി പരിശോധിച്ച് നോക്കുമ്പോൾ അത് മാരക രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് കേട്ട് പേടിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അള്ളാഹുവേ നിന്റെ മുബറമായ ഒരു ഖലാ, ഒരു തഅരീഫ് കൊണ്ടും സാധ്യമാകാത്ത നിന്റെ അനിശ്ചിതമായൊരു തീരുമാനമാണ് നീ ഒരാൾക്ക് രോഗം നൽകുന്നതെങ്കിൽ അത് സഹിക്കാനുള്ള യഖീനും സബറും കൂടെ നൽകണേ പടച്ചവനെ. ഒരു കുടുംബങ്ങൾക്കും ക്ഷമ നൽകണേ പടച്ചവനെ. അതല്ല അള്ളാഹുവെ നിന്റെ ഒരു മുഅല്ലഖായ ഒരു ഖലാ ആണെങ്കിൽ, ഒരു ദുആ കൊണ്ടോ സ്വലാത്ത് കൊണ്ടോ തസ്ബീഹ് കൊണ്ടോ സ്വദഖ കൊണ്ടോ തട്ടിപ്പോകുമെന്ന് നീ നിശ്ചയിച്ചതാണെങ്കിൽ, ഈ ദുആഇൻ്റെയും ഇവിടെ പറയുന്ന മുഅ്മിനീങ്ങളുടെ ആമീനിൻ്റെയും ഹഖ് കൊണ്ട് അല്ലാഹ് ഞങ്ങൾ ഈ പറഞ്ഞവരും അല്ലാത്തവരുമായ ഞങ്ങൾ ഓരോരുത്തരുടെയും രോഗികൾ എല്ലാവർക്കും ശിഫ നൽകണേ റഹ്മാനെ. اللهم إنا نسألك بحق كاف ها يا عين صاد اللهم نسألك شفاء عاجلا تاما لا يغادر سقما ولا ألما. അല്ലാഹു ഞങ്ങളുടെ മക്കളെയും ഭാര്യ സന്തതികളെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാട്ടിൽ മക്കളും ഭാര്യമാരുമുള്ളവർ അല്ലാഹുവെ അവരെ നിന്നെ ഏൽപ്പിച്ചു പോകുന്നതാണ്. അല്ലാഹു അവരെ നീ കാക്കണേ അല്ലാഹ്. മാതാപിതാക്കളുള്ളവർ അല്ലാഹു അവരെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. മക്കൾക്ക് ബുദ്ധിശക്തിയും നല്ല കൂട്ടുകെട്ടും നൽകണേ റഹ്മാനെ. അല്ലാഹുവെ ഫസാദിലും ഫിത്നയിലും തിന്മകളിലും തോന്നിവാസങ്ങളും ചെന്ന് ചാടാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ പെൺമക്കളെയും ആൺമക്കളെയും നല്ലവരാക്കി വളർത്തിത്താ അല്ലാഹ്. അല്ലാഹുവെ തർബിയത്ത് അല്ലാഹുവെ നീ തരുന്ന വലിയൊരു തൗഫീഖാണ്. അല്ലാഹുവെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ. വിവാഹം പ്രായമെത്തി നിൽക്കുന്ന ഒരുപാട് സഹോദരിമാർ, ഉചിതരായ ഭർത്താക്കന്മാർക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന രക്ഷിതാക്കന്മാർ, അല്ലാഹു അവർക്കൊക്കെ അവരുടെ നിക്കാഹുകൾ സന്തോഷത്തോടെ നടത്തി കൊടുക്കണേ റഹ്മാനെ. വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തുകളായ കൺകുളിർമയുള്ളവർ ഇണകളാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാൻ റഹീമേ, നീ മക്കളെ നൽകിയിട്ടില്ലാത്തവർക്ക് പടച്ചവനെ നിനക്കത് നൽകാൻ കഴിയുമല്ലോ. അല്ലാഹുവേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്. നീ നൽകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. നാളെ മരിച്ചു പോയാലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കി തരണേ റബ്ബേ. ഇതുവരെ ഞങ്ങളുടെ മരണശേഷവും ഞങ്ങൾക്ക് ഖബറിലേക്ക് ലഭിക്കുന്ന ഹസനത്തുകളാക്കി മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ നീ തരുന്ന ആൺകുട്ടികൾ നിഅമത്തുൻ തുസ്അലൂന അൻഹാ, നീ തരുന്ന ആൺമക്കൾ നിഅമത്താണ്, അതിനെ സംബന്ധിച്ച് നീ ചോദിക്കുമെന്നും, നീ തരുന്ന പെൺകുട്ടികൾ ഹസനാത്തുൻ തുസാബൂന അലൈഹ, നിങ്ങൾക്ക് നന്മ കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന ഹസനത്തുകളാണെന്നും അല്ലാഹു നിന്റെ ദീൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ഞങ്ങളുടെ പെൺമക്കളെയും ആൺമക്കളെയും അത്തരം മക്കളിൽ കൊടുത്തണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ഈ വിദേശത്ത് ജോലിക്ക് വന്നവരാണ് റബ്ബേ, മഈശത്ത് അന്വേഷിച്ച് വന്നവരാണ്. ഹലാലായ വഴി ഞങ്ങൾക്ക് തുറന്നതാ റബ്ബേ. എൻ്റെ ഔദാര്യത്തിൻ്റെ വഴി ഞങ്ങൾക്ക് തുറന്നതാ റബ്ബേ. എൻ്റെ മഹ്ബായ ഫദ്ലിൻ്റെ വഴി തുറന്നതാ റബ്ബേ. കടബാധ്യതകൾ ഞങ്ങൾക്ക് വിട്ടിത്താ റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് ഖൈറായ അള്ളാഹു വീട് വെച്ച് പ്രയാസങ്ങളും കടത്തിലുമുള്ള ആളുകൾക്ക് അല്ലാഹ് നീ ആ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഭാരിച്ചൊരു സാമ്പത്തിക ബാധ്യത ഞങ്ങൾക്ക് ഉണ്ടായി വരുമ്പോൾ പടച്ചവനെ ഒരു ഹറാമിലേക്കും പോകാതെ ഹലാൽ കൊണ്ട് നിങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. അള്ളാഹു അതിൻ്റെ പേരിൽ പലിശക്കോ കൊള്ളപ്പലിശക്കോ അല്ലാതെയോ ഏത് രീതിയിൽ നീ ഇഷ്ടപ്പെടാത്ത പലിശയുടെ ഒരു വഴിയും നീ വിജയിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അത് തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പടച്ചവനെ നീ യുദ്ധം പ്രഖ്യാപിച്ചവരാണ് പലിശയുടെ ആളുകൾ. അത്തരക്കാരും ഞങ്ങൾ കൊടുത്തല്ലേ റഹ്മാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഹറാമിൻ്റെ സമ്പാദ്യങ്ങളുടെ എല്ലാ വഴിയും ഞങ്ങൾക്ക് മുമ്പിൽ അടച്ചു തരണേ റഹ്മാനെ. റഹ്മാൻ റഹീമെ, ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് റബ്ബേ, അല്ലാഹു അവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരും നിലകൊള്ളുന്ന ജോലിയും കച്ചവടവും നിനക്ക് പൊരുത്തവും ആഖിറത്തിലേക്ക് ഞങ്ങൾക്ക് ഖൈറും ദുനിയാവിലേക്ക് ഞങ്ങൾക്ക് സആദത്തിന് നിമിത്തവുമാണെങ്കിൽ അത് നിലനിർത്തി തരണേ അല്ലാഹു. ഞങ്ങൾക്ക് ഖൈറല്ലെങ്കിൽ ഖൈറിലേക്ക് മാറ്റം നൽകണേ അല്ലാഹ്. റഹ്മാൻ റഹീമെ, ഞങ്ങൾ ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നു അവർക്ക് ഞങ്ങളോട് റഹ്മത്തും റഅഫത്തും തോന്നിപ്പിക്കണേ അല്ലാഹ്. ഈ നാട്ടിലെ ഭരണാധികാരി ഇവിടുത്തെ നിയമങ്ങൾ അല്ലാഹു ഞങ്ങൾക്ക് പ്രയാസമാകാതെ നീ കാക്കണേ റഹ്മാനെ. നിന്റെ റഹ്മത്തിൻ്റെ
ലാഹിറും ബാത്തിനിയുമായ റഹ്മത്ത് ഈ നാട്ടിൽ ഇറക്കി അല്ലാഹു ഈ നാട്ടിൽ സ്വലാഹിന്റെ നാടാക്കണേ റഹ്മാനെ, നന്മയുടെ ആളുകളാക്കണേ അല്ലാഹുവേ. ആ നന്മയുടെ ഓഹരി ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. തൗഫീഖ് ലഭിച്ചവർക്ക് വീണ്ടും അതിന് അനുഗ്രഹം നൽകണം. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. പടച്ചവനെ, ഞങ്ങൾക്ക് നീ മരണം നിശ്ചയിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ നേരത്തത് ഓർമ്മ വരുത്തണേ റഹ്മാനെ. അത് ഞങ്ങൾക്ക് ഉറക്കത്തിലാണെങ്കിൽ വുദുവോടുകൂടെ കിടക്കുന്നവരാക്കണേ റബ്ബേ. അല്ലാഹു, അങ്ങനെ ഒരു മരണം നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് നീ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ചാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളെ മരിപ്പിച്ച് ഞങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോയാൽ അല്ലാഹു നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്കുണ്ടാകണേ അല്ലാഹുവേ. അമലുകൾ മാത്രം, മറ്റാരും കൂടെ ഇല്ലാത്ത നേരം അല്ലാഹുവേ, ഞങ്ങൾ ഒറ്റക്കാണ്, നീ അല്ലാതെ മറ്റാരും അവിടെ റഫീഖായിട്ടില്ല റബ്ബേ. പടച്ചവനെ, നിന്റെ മലക്കുകളുടെ നല്ല സഹവാസം നൽകി ഞങ്ങൾ സന്തോഷിപ്പിക്കണം അല്ലാഹു. ദുനിയാവിലും കഷ്ടപ്പാടും പ്രയാസമായി ചെയ്ത് ആഖിറത്തിലും കഷ്ടപ്പെട്ടാൽ അല്ലാഹു ഞങ്ങൾ നഷ്ടത്തിലാണ് പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ ആഖിറത്തിലും കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ. അല്ലാഹു, ദുനിയാവ് ഞങ്ങൾക്ക് ആഖിറത്തിന്റെ തടസ്സമാകാതെ കാക്കണേ റബ്ബേ. ദുനിയാവിലെ ജോലിയും തൊഴിലും കച്ചവടവും ഒരു ഭാരമാകാതെ കാക്കണേ റബ്ബേ. ആഖിറത്തിലേക്ക് സമ്പാദിച്ച് നല്ല മുതലാളിമാരായി ആഖിറത്തിലേക്ക് പോകാൻ ഞങ്ങൾ സഹായിക്കണേ അല്ലാഹ്. ബിജാഹി വഹഖ് നബിയിക സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.